ഹലോ ഹലോ ഞാൻ അങ്ങോട്ട് തെറ്റിത്തെറിച്ചപ്പോഴേ നിങ്ങൾ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞില്ലേ? കുറ്റം പറഞ്ഞില്ല. സത്യം പറ, കണ്ണുകൂട്ടിപ്പോ തലതൊട്ട് സത്യം ചെയ്. ഇല്ല, ഞങ്ങള് പറഞ്ഞത് ചെറുക്കനൊരു ഹൈഡ്രജൻ അടുപ്പിക്കുന്നു ആലോചിക്കായിരുന്നു ഞങ്ങള്. ഹൈഡ്രജൻ ഒപ്പിച്ചു. ഒരു പിന്നെ ഇവിടെ മിനിറ്റ്. വന്നപ്പോ ചെറിയ പണിയെടുത്തിട്ട് ഹീലിയം കിട്ടിയില്ലല്ലോ. ശ്ശാ. നുണ നീ മാറില്ല, നാട്ടെ പറയുകയാണെങ്കിൽ തെറ്റിയായിരിക്കും. ഇയാളുടെ തല പൊട്ടിത്തെറിച്ച് ചിതറിപ്പോവണമേ. എടാ ഇവ മലയാളം പഠിച്ചിട്ടാ ഇവിടെ വന്ന്. ഓ 7 3 മാസായി. ബംഗാളിയോട് നടന്നിട്ട് മലയാളം പഠിച്ചു. ഒരു മാസം ബംഗാളി, ഒരു മാസം ജോത്സ്യം, ഒരു മാസം പെട്രോൾ പമ്പിൽ പണി. ഫോക്സിയുടെ ജോത്സ്യോ? ഫോക്സി നിന്റെ ഫോക്സി കൈ പൊക്കി കാണിക്ക ആദ്യം. ഇതാണോ ഫോക്സി? ഈ താടിക്കാരനാണോ ഫോക്സി? അല്ലല്ല. ഓപ്സി. ഫോക്സി കുറുക്കൻ, കുർക്കി. 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 ആദ്യം കുർക്കി നോക്കട്ടെ. കൈ നോക്കൂ. ഇതാരോ ഇത്? ബൊമ്മയായിട്ട് പോണു. ഭാവിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഭൂതത്തെ കുറിച്ച് ആദ്യം പറയണം. എല്ലാം കളി, എന്റെ കളി. ദൈവം ഇല്ലായിരിക്കും. നിങ്ങൾക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ? എന്തോ ചെറുതാണെന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോയി. എന്താന്ന് പറയുന്നില്ല. അവനെ പറഞ്ഞു, ഞാനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞെന്താ, ബാങ്കക്കൗണ്ടിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ബാക്കി വരാം. എണീക്കുമ്പോഴൊക്കെ സൂര്യൻ കിഴക്കേ ദിശയിലല്ലേ ഉദിച്ചുയർന്നത്? ആ കാലിന്റെ ഇടയെന്ന് പറഞ്ഞതാരാ? നിങ്ങൾ രാത്രി ഉറങ്ങാൻ നേരത്ത് നക്ഷത്രങ്ങൾ ആകാശത്ത് ഉദിച്ചു നിൽക്കാറില്ലേ? ഇപ്പോഴും ഉണ്ട്. അടിച്ചാൻ തലയിരിക്കും കേട്ടോ. അതെന്തിനാ? ഭാവി, നിങ്ങൾ പണിയെടുത്താൽ നിങ്ങൾ രക്ഷപ്പെടും, പഠിച്ചാൽ പഠിയും. ഞങ്ങൾക്കും അറിയാം. ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നൊരു പേര് പറഞ്ഞല്ലോ. ഈ കിക്കിക്ക് ഒന്ന് വിളിക്കാൻ പറ്റില്ല. ഇന്ന് മുതൽ നിന്റെ പേര് തങ്കു. നമ്മളെന്താ പറഞ്ഞോണ്ട് വന്നെ? അതിലെനിക്ക് എനിക്ക് പുറത്തു നിന്നൊരു അശരീരിയുടെ ഒച്ചയുടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അക്ലിപ്തമായി പോയി എന്റെ ചെവികൾ. അപ്പൊ നമ്മൾ പോപ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പോപ്സ് ഞാൻ പറയാം. കള്ളത്തി നമ്മളെന്തൊരു കളി കളിക്കും. വെള്ളത്തിൽ ചടിക്കും. അതാവുമ്പോ വെള്ളത്തിൽ വെള്ളത്തിൽ കിട്ടോ വെള്ളക്കളി. അയ്യോ കണക്കുന്നു. നിങ്ങളെ പേരെന്താ? എന്റെ പേര് ഹാർവിൻ. ഹാർവിൻ. പേടിക്കണ്ട, എത്തുന്നില്ല. ചെറുതാ. കൊറേ ശ്രമിച്ചു. നിങ്ങളൊന്നും പറ്റിച്ചായിരുന്നു ഇല്ലാന്ന് പറഞ്ഞിട്ട്.
പക്ഷെ എത്തുന്നില്ല. ചെറിയ സാധനമാടാ ഫോക്സി പൊക്കക്കുരിന്റെ അത്ര. ചെറിയ സമാനം അലക്കടത്തിൽ ഇല്ലെന്ന് പറയുന്നതായിരുന്നു. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, എത്തിയില്ലല്ലോ. സംസാരിക്കാൻ ഫോക്സി നിങ്ങൾ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അതിനർത്ഥം നിങ്ങൾ കാണുന്നതല്ല, കല്യാണം കഴിച്ചിട്ടേ കുട്ടികളുണ്ടാക്കാവൂ. ഓക്കെ ടോർച്ചൊക്കെ അടിക്കുന്നത്. അയ്യോ അതിന് കൂടെ ഞങ്ങളെ പ്രശ്നമുണ്ട്. ഒറ്റ പോക്കാ, ലൈറ്റ് കണ്ടാ കയറി പോണം. ഇതാ ഞാൻ പറഞ്ഞ ഇത് ലൈറ്റും കത്തിച്ചു വെച്ച് ഇതിപ്പോ പാറിപ്പോവല്ലോ ഈശ്വരാ. അയ്യോ അയ്യോ ഇത് മറ്റേ ഡാൻസ് ഞാൻ പറഞ്ഞേ തുരുതുരു പപ്പേ. പിന്നെ ഇവിടെ ഇങ്ങനെ പറഞ്ഞൊരു പണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നത്. തുരുതുരു പപ്പ, തിരുതിരി പപ്പ, തിരുതിരി പപ്പ വീട്ടിലേക്കുള്ള വഴി കാട്ടിത്ത. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. സത്യം അങ്ങേര് പറ്റിച്ചല്ല. തുരുതുരു താത്ത, തുരുതുരു താത്ത ഇങ്ങോട്ട് മാത്രം വന്നില്ല. ഗുഹു മാപ്പ് ഏതൊരു തുരുത്തി കൊണ്ടിട്ടതാണ്. ഗുഹു മാപ്പ് വലിച്ചു വന്നിട്ട് അവൾ എന്നോട് പറയാണ് യു ഹാവ് റീച്ച്ഡ് യുവർ ഡെസ്റ്റിനേഷൻ. നോക്ക് ബെർത്ത് ഫ്യൂലും കഴിഞ്ഞ് ഇനി ഹൈഡ്രജൻ. അയ്യോ ഭാവിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ 2026 അങ്ങോട്ട് കൂട്ടുമ്പോ 30, 35, 20, 40, 3026 ഞങ്ങൾക്ക് അവിടെ. 3026 ഞങ്ങൾ അവിടെ. 36 വർഷമായിട്ടുള്ളല്ലേ അവിടെ. ഓ 320 അല്ല 3026. 1000 വർഷം വ്യത്യാസം. ജൂപ്പിറ്ററിൽ അങ്ങനെയാണ്. അപ്പൊ അവിടെ കാണുമ്പോ നമ്മളിവിടെ 2026 ഇല്ല, അവിടെ തണുപ്പാണോ ചൂടാണോ? അയ്യോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു എങ്ങനെ പറയാ, ഒരു പ്ലീപ്ലി രാജ്യാണ്. പ്ലീപ്ലി മനസ്സിലായ? ആ നമ്മൾ ഈ മറ്റേ ഇതൊക്കെ ഉണ്ടാവൂല്ലേ, അയ്യോ ഫ്ലൂയിഡ് പ്ലീപ്ലി. ആ അങ്ങനെ ഞാൻ നിങ്ങളോട് സത്യം പറയാം, പുറത്ത് പറയരുത്. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാ ചില ഭഗവാനെ ഉള്ള ചുണ്ണി ചെറുതായി പോണേ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത്, ഞാൻ വന്നപ്പോ എന്റെ തല കണ്ട, എന്റെ തല അതേപോലെയായിരുന്നു എന്റെ ബാക്കി. മനസ്സിലായ? മാങ്ങ പോലെ. ആ അപ്പൊ ഞാൻ ഒരു കണ്ടാർമണിയെ കണ്ടാ തുപ്പും അമ്മാരി ചക്കൻ. അവന് മേത്തേക്ക് കേറി കൂടി. അവന്റെ മോന്ത ഞാൻ കാണിച്ചതാ, ഇതാണ് അവന്റെ മോന്ത. ഇപ്പഴാ ശ്രദ്ധിച്ചേ, മോന്ത പോലെ തന്നെ. അവന്റെ മോത്ത് കേറി കൂടി. അവന്റെ മോത്ത് കേറി കൂടിയിട്ടാ ഞാനിപ്പോ മനസ്സിലായോ. ഞങ്ങൾ ശരീരത്തിന് നിക്കണമെങ്കിൽ മനസ്സിലായില്ലേ, അങ്ങനെ ഒരു ഫ്ലൂയിഡ് അറ്റ്മോസ്ഫിയർ ഓഫ് ദ ടെമ്പറേച്ചർ ഇൻ ദ വേണം. അപ്പൊ ആ ഒരു ഫ്ലൂയിഡ് ടെമ്പറേച്ചർ ആണ് നമുക്ക്. ഏതാണ് ആശ്വന്നാർപ്പണിയൻ? അവന്റെ ഹെൽമെറ്റ് ഊരിച്ചൊക്കെ ഇവന്റെ അതേക്കും കടലിൽ കൂടെ ഓടിക്കേണ്ട വണ്ടി കരം കിട്ടിയിട്ടേക്കണം മരപ്പൊട്ടി മാറൻ. ആ നമ്മൾ ഫോക്സി തെറ്റില്ലേ? ഫോക്സി എനിക്ക് തുടങ്ങിയിട്ടുള്ളൂ. ഫോക്സി പോയ ഞാനുണ്ട്. ഫോക്സിയുടെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഹാർവിക്ക് കൊടുക്കുന്നുണ്ട്. ഹാർലി ഡേവിഡ്സൺ കൊടുത്താ മതി. ഹാർലി ഡേവിഡ്സൺ നല്ല പേരാ. എനിക്ക് കൂട്ടുകാരി ഉണ്ടെങ്കിൽ ചീരു കത്തിപ്പോയിട്ടാ കേട്ടല്ലോ. ഓർമ്മ ഫോൺ മനുഷ്യന്മാരെ പോലെ ഹാഫ് മനുഷ്യൻ ഹാഫ് ഏലിയൻ. അതോട് ഞാൻ അളിയെന്ന് പേരിട്ട്. അയ്യോ നമ്പർ ടൈപ്പിംഗ് നമ്പർ ഉള്ളൂട്ടാ, ഷെയർ ചെയ്യൂല. 520 അയ്യോ ഒരു മിനിറ്റ് 520 7303.
7303. ആരെ വിളിക്കുന്നു? ഹലോ, ഞാനാ വിളിച്ച ആരാ? ഞാനാന്ന് പറഞ്ഞ എടാ പച്ചത്തങ്കുവേ തലയുള്ളത്. നമ്പർ ഇട്ടെ നമ്പർ ഇട്ട് ശരിയാവൂല. പിന്നെ ഞാൻ ഇതൊന്നിട്ട് അർത്ഥം നമ്പറിനായിട്ട് വരാം. ആകെ ഫോക്സിനെ മാത്രമേ അറിയുള്ളൂ. ബെൻസിനെ കിട്ടി. ബെൻസ് അത്ര ഉള്ളോ? എന്തൊരു കടുകുമണി ചാടിയല്ലോ അവിടെ. കടുകില്ലല്ലേ? താങ്ക് യു. ഞാൻ സാമ്പാറിന് കടുക് തെറ്റി വീടാണെന്ന്. എടാ നിന്റെ മുട്ട ഇടിച്ച് വീണിട്ട് താങ്ക് യു എന്നൊക്കെ എനിക്ക് തോന്നണം അവിടെ കൊച്ചിന്റെ അടുത്ത് മറ്റേ സാധനം കാണിച്ചു കേട്ടോ. തങ്കൊന്ന് ഫ്രണ്ടിലോട്ട് നോക്കിയേ. ഇല്ല എടുത്തു. ഷേവി ഉണ്ട് ഫോട്ടോ. തങ്കോ പച്ചത്തങ്കു ഫോട്ടോ എടുത്തോ. ഇത് ഞങ്ങളുടെ മറ്റേ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാം. അതെ, എന്റെ ഒറ്റക്കുള്ള ഫോട്ടോ തരാം. സോളോ പിക്കല്ലേ എല്ലാരും വട്ടത്തിനൊക്കെ ഇവരെ കൊണ്ട് വല്ലാത്ത ശല്യമുള്ളോ. അല്ല ഒരുമിച്ചില്ലേ മറ്റേ മുറിയും ഞാനിത് തലയുടെ നേരെ തുപ്പിയുടെ താഴെ തൊലിയോ. എന്താ പേര്? സ്പീഡോ. സ്പീഡോ. എന്റെ പേര് പച്ചത്തങ്കു കേട്ടില്ല. ശരിക്കുള്ള പേര് എന്തൊക്കെയോ പറയുന്നുണ്ട്. അയ്യോ ഇതൊക്കെ എങ്ങനെയാ വിളിക്കുക? അവൻ ഇവിടെ നിന്നല്ല, ഇവൻ സ്പേസ് വന്നതാണ്. ഓ ഇവിടെയുള്ള ഭാഷ പുറത്താണ്. ഇതാണ് പേര്. ഈ പേര് വായിച്ചേ. ഇതിന് നാട്ടില് പണ്ട് വേറൊരു സാധനം ഉണ്ടായിരുന്നില്ലേ, അതിന്റെ ചേട്ടനാണോ? അല്ലല്ല, ഞാൻ ജൂപ്പിറ്ററിൽ വന്നതാ. അത് നാട്ടിലുള്ളത്, ഇത് ജൂപ്പിറ്ററിലും. ജൂപ്പിറ്ററിന്റെ പേര് എങ്ങനെയാണോ? ഞാൻ ജൂപ്പിറ്ററിൽ തന്നെ വിളിക്കാം. ശ്രീ മമ്മിയുടെ പേര് വ്യത്യസ്തതാ. അതേ ഒരു ഇത് മമ്മിയുടെ പേര് വരുന്ന പാട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ചില സമയങ്ങളിലൊക്കെ കിട്ടുമല്ലോ വർഷത്തിലോ. അയ്യോ ഹലോ പറയട്ടെ. അവിടെ വന്ന് എന്താ പേര്? സ്പീഡോ അല്ലേ? സ്പീഡോ. ഹായ് ഹായ്. അയ്യോ അയ്യോ ഇങ്ങനെയാണ് ഹായ് പറയാ. ഹായ് 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 സ്പീഡോ. അവിടെ ജൂപ്പിറ്ററിൽ അങ്ങനെ ഒന്നോ രണ്ടത്തിന് ലിപ്പിലൊക്കെ അടിക്കും. അങ്ങനെയാണ് ഇത്ര വലിയ ചുണ്ടായത്. അങ്ങനെയാണ് ഇത്ര വലിയ വായായത്. ആ പല്ല് കൂട്ടി മുട്ടാതിരിക്കാൻ ചുണ്ട് ഞങ്ങൾ ചെത്തിക്കളയും. അങ്ങനെയൊക്കെയുള്ള സ്നേഹമുള്ള ആൾക്കാരെ ഞങ്ങളെ. അതെ, പക്ഷെ ഈ പയ്യന് ഭയങ്കര ഇതാവുമ്പോ വേദന ഇല്ല, കിക്കിളി മാത്രമേ വരാവുമ്പോ. ജൂപ്പിറ്ററിന് ഒറ്റയ്ക്കാണോ വന്നേ? അയ്യോ ഇവിടെ സുഖം, ഇവിടെ സുഖം. സത്യം പറഞ്ഞു കഴിഞ്ഞാ
ഇവിടെ ആകുമ്പോ ദൂസറ സൈറ്റ് പോയി കാം ഹേ അങ്ങനെ ചോദിച്ചാൽ പണി കിട്ടും. അവസാനം ഒരു ദിവസത്തിന് അവസാനം 1500 റുപ്യ. മനസ്സിലായോ? 500 റുപ്യ ഉണ്ടെങ്കിൽ ബംഗാളി റേഷൻ കാർഡിൽ നമുക്കൊരു മാസം തിന്നാനുള്ള സാധനം മൊത്തം കിട്ടും. അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മന്തി കുന്തി ഒന്നുമില്ല. അവിടെ ആകെ മറ്റേ ഓർഗാനിക് ഡിഷസ് ആയിട്ടുള്ള സ്കുണാസി, ഫുണോഫി, ഫിറ്റാപ്പി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ 3-4 സാധനം വെച്ച് തരും.